ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ഞണ്ട് കൊതിച്ചി ആയതുകൊണ്ട് ഇന്നൊരു ഞണ്ട് വ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്, കൊഞ്ച്, അതുപോലെ തന്നെ കണവ, കരിമീൻ. സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഒരുവിധം എൻ്റെ വയറ്റിലോട്ട് പോകും. സീ ഫുഡ് എന്നല്ല, ഒരുവിധം എല്ലാ ഫുഡും എൻ്റെ വയറ്റിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് ഇപ്പോൾ ഞണ്ട് വൃത്തിയാക്കുന്നത് ഞാൻ കാണിക്കുന്നത്. കുഞ്ഞുനാൾ തൊട്ടേ അമ്മ ഞണ്ട് വൃത്തിയാക്കുന്നത് കണ്ട് ഞാനും പഠിച്ചു കേട്ടോ. അപ്പം ഞണ്ട് വൃത്തിയാക്കാൻ അത്ര എളുപ്പമാണ്. കാരണം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ പഠിക്കാവുന്ന പല കാര്യങ്ങളെ നമ്മുടെ ചുറ്റിനുള്ളൂ. അതുപോലെ തന്നെയാണ് ഞണ്ട് വൃത്തിയാക്കുന്നത്. ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഞണ്ട് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഞാൻ കണ്ടോ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉലുവ, അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റുക. നല്ലപോലെ വഴറ്റണം. കുറേ സമയം എടുത്ത് നന്നായി വഴറ്റി വന്നാലേ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീട്ടിൽ ഇങ്ങനൊരു കറിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിലും ഭയങ്കര സമാധാനമായിരിക്കും. സമയത്ത് ഫുഡ് കഴിക്കണം അങ്ങനെ ഒന്നുമില്ല. എത്ര നേരം വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കും കേട്ടോ. സമയത്തിന് കഴിച്ചില്ലെങ്കിലും അന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതിന് വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഫുഡിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ കാത്തിരിക്കും. അങ്ങനെ തന്നെയാണ് ഞാനും ഇന്നത്തെ ദിവസം ഒരുപാട് കാത്തിരുന്നു. ഇതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള നമ്മുടെ ടർമറിക് പൗഡർ ഇടുക. അതുപോലെ തന്നെ പെട്ടെന്ന് എനിക്ക് മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇടുക. അതുപോലെ തന്നെ ഇതിൽ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടുക. അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടുക. പിന്നെ ഗരം മസാല ഇടണം കേട്ടോ. വീഡിയോയിൽ ഞാൻ എല്ലാം കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നുണ്ട്. ഗരം മസാല ഇടുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ഞണ്ട് കറിക്ക് വേണ്ടുന്നത്. പിന്നെ ഇപ്പോൾ ഈ കഴുകി ഒഴിച്ച് നമ്മുടെ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഗാർലിക് പേസ്റ്റിൻ്റെ വെള്ളവും കൂടെയാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ടൊന്ന് തിള വരുന്നവരെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തിള വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, ഞണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യുക, ഞണ്ട് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കുക. ഇതിലും സിംപ്ലസ്റ്റ് വെർഷൻ ഇനി ആർക്കും നിങ്ങൾക്ക് ഞണ്ട് കാണിച്ചു തരാൻ പറ്റൂല കേട്ടോ. ഞണ്ട് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. നമ്മുടെ ഞണ്ട് കറി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ആ സമയത്തുള്ളൊരു മണം എനിക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷേ നല്ല മണമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞണ്ട് കറി. ഇപ്പോൾ കണ്ടോ, ഞണ്ട് കറി കപ്പ ഉണ്ടാക്കി. ഇതൊന്നും ഞാൻ കഴിക്കാൻ എടുത്തില്ല. കോവയ്ക്കാൻ മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ ടി വിയിലൊരു സിനിമയും കണ്ട് ഇങ്ങനെ